എല്ലാവർക്കും കായാസ് ഹെൽത്തി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പപ്പായ കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പപ്പായ അല്ലെങ്കിൽ കർമൂസ കൊണ്ടുള്ള ഒരു റെസിപ്പി. അപ്പോൾ പപ്പായ കൊണ്ട് നല്ല അടിപൊളി പച്ചടി എങ്ങനെ ഉണ്ടാക്കുകയെന്നാണ് ഇന്നത്തെ വീഡിയോ. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പപ്പായ പച്ചടി ഉണ്ടാക്കാമെന്ന് നോക്കാം. പപ്പായ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പപ്പായ നമ്മൾ കർമൂസ എന്നും പറയും. അപ്പോൾ അത് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് പപ്പായ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ പപ്പായ ആണെങ്കിൽ ഒന്നിൻ്റെ പകുതി എടുത്താൽ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് പച്ചമുളകാണ്. പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് 2 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞെടുത്തത്. അത് നമ്മൾ ഈ പപ്പായയും ഈ പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുക്കറിലിട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കും. ഇപ്പം ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പപ്പായ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ആ പപ്പായക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പിന്നെ നമ്മൾ വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വെള്ളം കൂടിപ്പോകും ചിലപ്പോൾ. അപ്പോൾ അത് വേവേണ്ട വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3-4 വിസിലാക്കിയാൽ നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പച്ചടി വേവാൻ വേണ്ടി കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 4 വിസിലായാലും നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ പച്ചടിയിലേക്ക് വേണ്ടിയുള്ള തേങ്ങയൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പപ്പായ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും പച്ചടിയിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. ഇത് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പച്ചടിക്ക് അത്യാവശ്യം നല്ലോണം തേങ്ങ വേണം, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നമുക്കൊരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് തൈരാണ്. നല്ല പുളിയുള്ള തൈര് നോക്കി എടുക്കുക. എന്നാലും എനിക്ക് പച്ചടിക്ക് അത്യാവശ്യം നല്ല പുളി വേണമല്ലോ. അപ്പോൾ പുളിയുള്ള തൈര് നോക്കി എടുക്കാം. ഞാനൊരു 2 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി നമുക്കൊരു പേസ്റ്റ് പോലെ നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇത് നമുക്ക് അരച്ചെടുക്കാം. ഈ തേങ്ങ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടു ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് കടു ചേർത്തിട്ട് ഒരുപാട് സമയം അരക്കരുത്. ഒന്ന് ഉണക്കി എപ്പോഴും ഓഫാക്കണം. ഒന്ന് അത് കറക്കി എടുക്കുക വേണ്ടു. കടു ഒരുപാട് അരിഞ്ഞു പോകരുത്. കടു ഒന്ന് അരിഞ്ഞിട്ടേ ഒരുപാട് സമയം ഇട്ട് അരച്ചിട്ടില്ല. ഒന്ന് കറക്കിയിട്ട് അപ്പടം ഓഫാക്കും. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. നമ്മൾ പപ്പായ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തണിയണം. നന്നായി തണിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി ഇത് തണിയണം. തണിഞ്ഞതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ വേവിച്ച് വെച്ച പപ്പായ നന്നായി തണിഞ്ഞിട്ടുണ്ട്. നന്നായി തണിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ തേങ്ങ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരച്ച് വെച്ച തേങ്ങ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ വെള്ളം കൂടി പോകരുത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പെല്ലാം നോക്കി കൊടുക്കാം. നല്ല അത്യാവശ്യം നല്ല പുളിയിലെ തൈര് നോക്കി എടുക്കണം, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പ് നോക്കി കൊടുക്കുക. നമ്മൾ കഷ്ണം വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കി കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ പച്ചടിയിലേക്ക് കടുവൊക്കെ ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കാം. അതൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം, എന്നാലായിരിക്കും അതിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായാലും നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. കുറച്ച് ചിരവിയ തേങ്ങ, ഒരു 1-2 സ്പൂണോളം തേങ്ങ. തേങ്ങ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം, ഒരു നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ. തേങ്ങ നല്ലൊരു ബ്രൗൺ കളർ, നല്ല ഗോൾഡൻ കളറായിട്ട് വരണം. തേങ്ങ നന്നായി ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി വന്ന് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഉണക്കമുളക് ചേർക്കുമ്പോൾ ഒന്നിങ്ങനെ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് താളിച്ചത് പച്ചടിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളെ പപ്പായ പച്ചടി റെഡി ആയിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പപ്പായ പച്ചടി എങ്ങനെ ഉണ്ടാക്കാനും കണ്ടല്ലോ, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റാണ് കഴിക്കാനും. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.